റിലേഷൻഷിപ്പിൽ എപ്പോഴും അത് ആർഗ്യുമെന്റ് ആയിക്കോട്ടെ, അത് കമ്മ്യൂണിക്കേഷന്റെ ഏത് ഫോർമാറ്റും ആയിക്കോട്ടെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പരിഗണിച്ച് അയാളെ ഞാൻ മനസ്സിലാക്കി എന്ന് അയാൾക്ക് തോന്നിയാൽ അയാൾ നമ്മളെ മനസ്സിലാക്കും. ഞാനൊരു ലീഡർഷിപ്പ് കോച്ചിങ്ങിന് പോകുമ്പോൾ ഒരു എമിറാത്തി ലേഡിയാണ്, പുള്ളിക്കാരി എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പയ്യുണ്ട്, മുഹമ്മദാണ്, നിന്റെ നാട്ടുകാരനാണ്, ഇവൻ ഫില്ലറാ, മറ്റേ പെട്രോൾ അടിക്കുന്ന പയ്യനാ. അപ്പോൾ അവിടെ വേറെ പ്രോഡക്ട്സ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരെന്ത് കൊടുത്താലും ഇവൻ വിൽക്കൂല. ഇവനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം? ഇവന് കഴിവുണ്ട്, അറബി സംസാരിക്കും, ഇവൻ ഭയങ്കര സ്മാർട്ടാണ്, ഇവ എക്സ്ട്രാ ഓർഡിനറി ആണ്. പക്ഷെ ഇവൻ്റെ അടുത്ത് ഞാൻ വിൽക്കാൻ പറയുമ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെയാണ്. അവനെ എങ്ങനെ ഞാൻ എൻകറേജ് ചെയ്യും? ഞാൻ അവനോട് ചോദിച്ചു, ഓരോ ഫുൾ നെയിം എന്താ? അപ്പോൾ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എവിടെയാണ് നാട്? മലബാറി, ഫ്രം യുവർ പ്ലേസ്. ഓക്കെ. അവൻ്റെ ഉപ്പ ഉമ്മ, ഈസ് ഹി മാരീഡ്? ഇതൊന്നും അറിയില്ല. നോ. ഞാൻ പറഞ്ഞു, സോ യു ഡോണ്ട് നോ ദിസ് ഗായ്. നിങ്ങൾക്ക് ആളെ അറിഞ്ഞൂടെ, പിന്നെ ആളെ എങ്ങനെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു, ഓക്കെ, ഡു വൺ തിങ്, നിങ്ങൾ സൈറ്റിൽ പോവുക, അവൻ ചെയ്യുന്ന പണി എന്താണ്? ഫില്ല് ചെയ്യുന്നല്ലേ, അവനോട് പറയാം ഞാൻ ചെയ്യാമെന്ന്. എന്നിട്ട് നിങ്ങൾ സെല്ല് ചെയ്യാൻ പറ. അപ്പോൾ നിങ്ങൾ അവൻ്റെ ജോലി ഏറ്റെടുത്തിട്ട് സെല്ല് ചെയ്യൽ അവനെ കൊണ്ട് ചെയ്യാൻ പറയാം. അവർ പോയി, അവർ സൈറ്റിൽ പണി, അവൻ ചെയ്ത പണിയൊക്കെ എടുത്തു. പിറ്റേ ദിവസം അവർ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? അപ്പോൾ അവർ പറഞ്ഞു, ഇറ്റ് വാസ് ക്രൈസി റിയാസ്, ഞാൻ കുറേ നാളായി ഇങ്ങനെ വെയിലത്ത് പോയി ഇങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പാകിസ്ഥാനി ആൾക്കാരൊക്കെ വന്ന് ഹോൺ അടിക്കാൻ തുടങ്ങി, ബഹളമായി, ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി. അപ്പോൾ ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, മാഡം പൊക്കോ, ഞാൻ തന്നെ ചെയ്തോളാം രണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഐ ഹാവ് ഡിസൈഡഡ്, എനിക്ക് ചെയ്യാൻ പറ്റും. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിലൊക്കെ അടിച്ച് ഞാൻ തളർന്നു. ഒരു 2 മണിയായപ്പോൾ വീണ്ടും 3-4 പാകിസ്ഥാനികൾ വന്ന് തെറി വിളിച്ചപ്പോൾ ഇവൻ എൻ്റെ ഇത് മേടിച്ചിട്ട് പറഞ്ഞു, മാഡം പ്ലീസ് നിങ്ങൾ പൊക്കോ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞാൻ പോവാത്തത് ഈ പ്രോഡക്റ്റൊക്കെ വിൽക്കണം, ഇതിനകത്ത് ഇൻസെൻറ്റീവ്സ് ഉണ്ടല്ലോ, നിനക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടിയാൽ നിനക്ക് ഹെൽപ്ഫുൾ ആവില്ലേ? അപ്പോൾ ഞാൻ ഓർത്തു, ഇനി എല്ലാ ദിവസവും ഞാൻ കുറച്ച് നേരം വന്ന് നിന്നെ സഹായിക്കാം, അപ്പോൾ നിനക്ക് സെയിൽസിൽ ഫോക്കസ് ചെയ്യാം, എനിക്ക് ഇതും ചെയ്യാം, അപ്പോൾ നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നിനക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടുമല്ലോ. അന്ന് ഷിഫ്റ്റ് ക്ലോസ് ചെയ്യാൻ നേരത്ത് ഇവൻ വന്നിട്ട് ഒരു 2 മിനിറ്റ് സംസാരിക്കാമെന്ന് ചോദിച്ചു. ചെന്നിട്ട് പറഞ്ഞു, മാഡം ഇനി ഫ്ലോറിൽ വരരുത്, ഞാൻ രണ്ടും ചെയ്തോളാം. കഴിഞ്ഞൊരു മാസമായിട്ട് എൻ്റെ ഉപ്പ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിലാണ്, അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, ഞാനത് മാനേജ് ചെയ്യാം. പക്ഷെ മാഡത്തിനെ ഈ ആൾക്കാർ ഇൻസൾട്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊരു വിഷമം. അവർ പറഞ്ഞിട്ട് കരയാ. ഇതിൻ്റെ പേരാണ് മോട്ടിവേഷൻ. മോട്ടിവേഷന് അങ്ങനെ മറ്റേ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ഫോർമുലയൊന്നുമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സിലായെന്ന് അവന് തോന്നണം. അത് തോന്നിച്ചാൽ അവൻ നമ്മളെ മനസ്സിലാക്കും.